കേര പദ്ധതിയുടെ ഫേസ്ബുക്ക് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് ഏലകൃഷിയിൽ കേര പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് സ്പൈസസ് ബോർഡിലെ അസിസ്റ്റന്റ് ഡയറക്ടറായ ശ്രീ കിഷൻ സാറാണ്. സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏലകൃഷിയെ പറ്റി ഒന്ന് ചുരുക്കി വിവരിക്കാമോ? കേരളത്തിൽ ഏലം ധാരാളമായി കണ്ടുവരുന്നത് ഇടുക്കി ജില്ലയിലാണ്. പശ്ചിമഘട്ടത്തിൽ ഉള്ള മറ്റ് ജില്ലകളും ഏലകൃഷിയുണ്ട്, എന്നാലും കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇടുക്കിയിലാണ്. കേര പദ്ധതി നമ്മൾ ഇടുക്കിയിലാണ് ഇപ്പം നടത്തുന്നത്. ഏലത്തിന് ശരിക്കും നല്ല കാട് പോലത്തെ ഒരു ക്ലൈമറ്റാണ് അതിന് സൂട്ടബിൾ ആയിട്ടുള്ളത്, അനുയോജ്യമായിട്ടുള്ളത്. അപ്പോൾ അത് കിട്ടുന്നതും നമ്മൾ ഈ കാട്ടിലുള്ള വലിയ മരങ്ങളുടെ ചോലയിലാണ് ഏലം വളർന്നു വരുന്നത്. ഈ ചോലകൾ വളർന്നു വരുന്നതുകൊണ്ട് തന്നെ ഈ കാടും അതിലൂടെ ഒരു പരിധി വരെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഏലം കണ്ടുവരുന്നത്. കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ നമുക്ക് ഏകദേശം 32,000 ഹെക്ടർ വരെ ടോട്ടൽ ഏരിയ കാടമത്തിൻ്റെ ഉണ്ട്. അതിൽ എല്ലാ വർഷവും നമുക്കൊരു 5%, 1,500 മുതൽ 1,700 ഹെക്ടർ വരെ നമുക്ക് പുനരുദ്ധാരണം ചെയ്യേണ്ടതുണ്ട്. അത് ഓൾഡ് ആൻഡ് സെനൈൽ ഏരിയ എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഉൽപ്പാദനം കിട്ടാത്ത ഏരിയയാണ്. അപ്പം പ്രായമായ ചെടികളും നമ്മൾ പിഴുതു മാറ്റി നമ്മൾ പുതിയ ഇനങ്ങൾ ചെടികളും വെച്ച് ആ പ്രൊഡക്ഷൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്പർ ഓഫ് ഹോൾഡിങ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ സ്പൈസ് ബോർഡിൻ്റെ കണക്കുകൾ പ്രകാരം 98% ഹോൾഡിങ്സ് വരുന്നത് കർഷകർ വരുന്നത് 0 മുതൽ 8 ഹെക്ടർ വരെയുള്ള ഹോൾഡിങ്സ് ആണ് നമുക്ക് കൂടുതലായിട്ട് വരുന്നത്. അതുപോലെ നമുക്ക് ഏരിയ വെച്ച് നോക്കുകയാണെങ്കിൽ 8 ഹെക്ടർ വരെയുള്ള ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ കർഷകർ വരുന്നത്. 59% കർഷകർ സ്മോൾ ആൻഡ് മാർജിനൽ അല്ലെങ്കിൽ ചെറുകിട കർഷകരായിട്ടുള്ള ആൾക്കാരാണ് വരുന്നത്. ഏത് വെറൈറ്റി ഏലം ആണ് ഇവിടെ കൃഷി ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ പ്ലാന്റേഷൻ ക്രോപ്സ് വെച്ച് നോക്കുമ്പം, റബ്ബർ കാപ്പിയൊക്കെ വെച്ച് നോക്കുമ്പം നമ്മുടെ ഏലത്തിൻ്റെ ജനനം അതായത് സെൻറ്റർ ഓഫ് ഒറിജിൻ പശ്ചിമഘട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല വെറൈറ്റികളും പല ലാൻഡ് റേസസും പല ഇനങ്ങളും നമുക്ക് അവിടുന്ന് ഒരു ഡൈവേഴ്സിറ്റി ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അത് തന്നെ കർഷകരുടെ പ്ലോട്ടിൽ പല വെറൈറ്റികളും കാണാറുണ്ട്. എന്നാലും ICRI വെറൈറ്റികളുണ്ട്, ശാസ്ത്രീയമായിട്ട് ഉരുത്തിരിച്ചെടുത്ത ഇനങ്ങളുണ്ട്, വെറൈറ്റികളായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. ICRI വെറൈറ്റി, പിന്നെ പാമ്പാടുംപാറ കാടമ റിസർച്ച് സ്റ്റേഷൻ അവിടെ നിന്നുള്ള വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ISRൻ്റെ ചില വെറൈറ്റീസ് ഉണ്ട്. അത് കൂടുതലായിട്ട് കർണാടകത്തിലാണ് അത് കണ്ടുവരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കുന്ന ചെറിയ ഏലം, സ്മോൾ കാടമം എന്ന് പറയുന്നത്, അത് നമ്മൾ ഇടുക്കിനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ നിലവിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് ഞള്ളാനി എന്നുള്ള വെറൈറ്റി ഉണ്ട്. അതുപോലെ ICRI 1 മുതൽ 10 വരെയുള്ള വെറൈറ്റികളുണ്ട്. പാമ്പാടുംപാറ 1, 2 വെറൈറ്റികൾ, മറ്റ് വെറൈറ്റികൾ, അങ്ങനെ എല്ലാമാണ് മെയിനായിട്ടുള്ള വെറൈറ്റി. അപ്പോൾ ഈ കേര പദ്ധതിയിൽ നമ്മൾ ഒരു ഊന്നൽ കൊടുത്ത് ചെയ്യുന്നത് ICRI 10 എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. അത് കഴിഞ്ഞ വർഷം സ്പൈസസ് ബോർഡ് വികസിപ്പിച്ചെടുത്ത ശാസ്ത്രീയമായിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു വെറൈറ്റിയാണ്. അതിൻ്റെ പ്രൊഡക്ടിവിറ്റി ഏകദേശം 3,600 കിലോഗ്രാം പെർ ഹെക്ടർ വരുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഉൽപ്പാദനക്ഷമതയുള്ള വെറൈറ്റിയാണ്. പോരാതെ തന്നെ അത് കാലാവസ്ഥാനുകൂലക കൃഷി, അതായത് ക്ലൈമറ്റ് റെസിലിയൻറ്റ് വെറൈറ്റി എന്ന് പറയുന്ന രീതിയിലും അത് ആ കർഷകർക്ക് അവലംബിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. കാലാവസ്ഥാ വ്യതിയാനം ഏലകൃഷിയെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? കാലാവസ്ഥാ വ്യതിയാനം നമ്മൾ ഏറ്റവും പ്രത്യക്ഷത്തിൽ നമ്മൾ കാണാൻ പറ്റുന്നത് ഇപ്പോൾ 2018 നമുക്ക് ഫ്ലഡ് നമ്മൾ അനുഭവപ്പെട്ടു, ഒരു പ്രളയം. അപ്പം അവിടുന്ന് തന്നെ കുറച്ച് നാളുകൾ കഴിഞ്ഞ് 2024 നമുക്ക് അതുപോലെ ഒരു ഡ്രൈ സ്പെൽ, അതായത് ഉണക്ക്, ഒരു വെള്ളം തീരെ ഇല്ലാത്തൊരവസ്ഥ. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ 2 വിപരീതമായ അവസ്ഥകൾ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ നമുക്ക് രാവിലെ ടെമ്പറേച്ചർ കൂടുക, അതായത് ഡേ ടെമ്പറേച്ചർ കൂടുക, രാത്രിയിലുള്ള ടെമ്പറേച്ചർ വളരെ കുറഞ്ഞു വരിക. അപ്പോൾ അത് ക്ലൈമറ്റ് ചേഞ്ചിനെ കൊണ്ട് നമുക്ക് അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളാണ്. ഇത് കാരണം ചെടികളിലും തോട്ടങ്ങളിലും അതിൻ്റെ കാലാവസ്ഥ, നിലവിലുള്ള കാലാവസ്ഥയ്ക്ക് ചെറിയൊരു മാറ്റം വരും. കാരണം ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ മേജറായിട്ട് വരുന്ന സമയത്ത് നമ്മളെ കാടുകളിൽ ചോലയിൽ വളരുന്ന ഈ ഏലത്തിൻ്റെ മൈക്രോ ക്ലൈമറ്റും ഇതനുസരിച്ചിട്ട് മാറ്റം വരും.
അതുകൊണ്ട് നമുക്ക് ഈൽഡ് കുറയാനും നഷ്ടങ്ങൾ വരാനും, ഇപ്പം കൂടുതലായിട്ട് മഴ പെയ്യുമ്പോൾ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് ലാൻഡ് സ്ലൈഡ് പോലുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഒരു തോട്ടം മുഴുവൻ നശിക്കുകയാണ്. പിന്നെ നമുക്കത് റീക്ലെയിം ചെയ്ത് എടുക്കാൻ പറ്റുമോ എന്നുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ടോട്ടൽ ഈൽഡിങ് ഏരിയ പറഞ്ഞാൽ 32,000 ഹെക്ടറിൽ നമുക്ക് ഈ കാലകാലങ്ങളായിട്ട് ഇങ്ങനെ പല പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പം നമ്മുടെ പ്രൊഡക്ഷൻ താഴോട്ട് പോകാനായിട്ട് സാധ്യതയുണ്ട്, താഴോട്ട് പോകും. അപ്പോൾ നമ്മളത് പ്രൊഡക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഈ പദ്ധതികൾ പ്രകാരം നമുക്ക് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. കേര പദ്ധതിയിലെ ഈ സ്പൈസസ് ബോർഡിൻ്റെ ഒരു പ്രാതിനിധ്യം എത്രത്തോളം ഉണ്ട് എന്ന് പറയാം? സ്പൈസസ് ബോർഡിൻ്റെ മാൻഡേറ്റ് ശരിക്കും സ്മോൾ കാർഡമമാണ്. നമ്മുടെ ഏലം എന്ന് പറയുന്നതാണ് സ്പൈസസ് ബോർഡിൻ്റെ മാൻഡേറ്റ്. അതിൽ ഏലത്തിൻ്റെ ഉൽപ്പാദനം, പിന്നെ അതിൻ്റെ പോസ്റ്റ് ഹാർവസ്റ്റ് പ്രോസസ്സിങ്, പിന്നെ അതിൻ്റെ എക്സ്പോർട്ട്, മാർക്കറ്റിംഗ്, ഇതിലെല്ലാം സ്പൈസസ് ബോർഡ് ഇടപെടുന്നുണ്ട്. അപ്പോൾ സ്പൈസ് ബോർഡിൻ്റെ ലിസ്റ്റിൽ 53 സ്പൈസസ് ഉണ്ടെങ്കിലും ഇത്രയും വിപുലമായിട്ട് അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ സ്പൈസ് ബോർഡ് ഇടപെടുന്നത് ഏലത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരള പദ്ധതി കേരള സർക്കാർ നടപ്പിലാക്കുമ്പോൾ സമയത്ത് സ്പൈസസ് ബോർഡ് അതിനോട് ചേർന്ന് കാടമത്തിൻ്റെ റീജുവനേഷൻ ഓഫ് ട്രീ ക്രോപ്പ് എന്നുള്ള കോമ്പണൻറ്റ് 2.2ലാണ് സ്പൈസസ് ബോർഡ് ശരിക്കും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ട്രെയിനിങ് പ്രോഗ്രാംസ്, കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാംസ് എന്നിവയൊക്കെയാണ് സ്പൈസസ് ബോർഡ് മെയിനായിട്ട് ചെയ്യുന്നത്. ഏകദേശം ഈ പദ്ധതിയുടെ കാലയളവിൽ നമ്മളൊരു 22,000 കർഷകർക്ക് ട്രെയിനിങ്ങും പിന്നെ 3,500 ഹെക്ടർ ഏരിയ റീപ്ലാന്റിങ്ങുമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഈ ഏലം മേഖല എത്രത്തോളം തുകയാണ് മാറ്റിവെച്ചിട്ടുള്ളത്? 2025 മുതൽ 2029 വരെയാണ് പദ്ധതിയുടെ കാലയളവായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതിൽ ഏകദേശം ഒരു 50 കോടി രൂപ നമുക്ക് പല പ്രോഗ്രാംസ് ഈ പ്രൊജക്റ്റിൻ്റെ കീഴിൽ. എന്തൊക്കെയാണ് ഈ പദ്ധതി കൊണ്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാംസ്? ഇപ്പം നമ്മൾ ഏലം, ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രൊഡക്ഷൻ നമ്മൾ സസ്റ്റെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാന്നുള്ള നമ്മുടെ ഒരു മാൻഡേറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ റെഗുലർലി ഞാൻ പറഞ്ഞ ഈ സെനൈൽ ഏരിയ നമ്മൾ വീണ്ടും കൾട്ടിവേഷനിലേക്ക് കൊണ്ടുവരണം. പിന്നെ അതുപോലെ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള തോട്ടങ്ങളുണ്ടെങ്കിൽ അത് പുനരുദ്ധരിക്കണം പറ്റണം. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ആദ്യം കർഷകർക്ക് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, എന്തുകൊണ്ടാണ് നമ്മൾ റീപ്ലാന്റ് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ ഒരു ലൈഫ് സൈക്കിൾ കാടമത്തെ നമ്മൾ പറയുകയാണെങ്കിൽ 3 to 8 years ആണ് നമ്മുടെ ഒരു ലൈഫ് സൈക്കിളായിട്ട്, എക്കണോമിക് ലൈഫ് സ്പാനായിട്ട് പറയുന്നത്. അത് കഴിഞ്ഞാലും ചെടി ഉണ്ടാവും, പക്ഷേ അത് നമുക്ക് അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നത് ഈ 3-8 വരെ എന്നുള്ളതാണ് സ്പൈസസ് ബോർഡിൻ്റെ കണക്ക് പ്രകാരം. അപ്പം അതിനുശേഷം നമ്മൾ റീപ്ലാന്റ് ചെയ്ത് അല്ല ഹൈ ഈൽഡിങ് വെറൈറ്റികളോ അല്ലെങ്കിൽ ക്ലൈമറ്റ് റെസിലിയൻ്റ് ആയ വെറൈറ്റികൾ, അതായത് ICRI 10, ICRI 5, PV വെറൈറ്റീസ്, അതുപോലത്തെ വെറൈറ്റികൾ നമ്മൾ ഈ കർഷകരോട് റീപ്ലാന്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമെന്നും അവരുടെ തോട്ടത്തിൽ ഈ സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ ഉരുത്തിരിച്ചെടുത്ത വെറൈറ്റികൾ അവരെ തോട്ടത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ അതായിട്ട് നമ്മൾ ആദ്യം സ്കീമിനെ പറ്റി പറയുന്നുണ്ട്, നമ്മുടെ ഈ കേര പദ്ധതി എന്താണെന്ന്, എങ്ങനെയാണ് അപേക്ഷ വയ്ക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് അതുവഴി കർഷകർക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി മാസ് സെൻസിറ്റൈസേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു ട്രെയിനിങ് പ്രോഗ്രാം ചെയ്യേണ്ടത്. അത് സ്പൈസസ് ബോർഡാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വെറൈറ്റികൾ, എന്തൊക്കെയാണ് വെറൈറ്റികൾ, ഏതൊക്കെയാണ് ക്ലൈമറ്റ് റെസിലിയൻറ്റ് വെറൈറ്റി, എന്താണ് കാലാവസ്ഥാനുകൂല കൃഷി, എങ്ങനെയായിരിക്കണം, അത് ഏതൊക്കെ വെറൈറ്റികൾ അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി വെറൈറ്റി സെൻസിറ്റൈസേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. അതാണ് അടുത്ത ട്രെയിനിങ് പ്രോഗ്രാം. അതൊരു മാൻഡേറ്ററി ട്രെയിനിങ് കൂടാണ്. ഈ കർഷകർ കേര പദ്ധതിയിൽ അപേക്ഷ സമർപ്പിക്കുന്ന കർഷകർക്ക് ഈ 2 ട്രെയിനിങ്ങും കഴിഞ്ഞ് മാത്രമേ അവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുള്ളൂ. അതാണ് ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കൊണ്ട് ഗ്രാൻറ്റ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം, ഫസ്റ്റ് ഗ്രാൻറ്റ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഒരു എക്സ്പോഷർ വിസിറ്റ് എന്ന് പറഞ്ഞിട്ട് അവരുടെ തന്നെ വില്ലേജിൽ ഒരു മോഡൽ ഫാമറെ പ്ലോട്ട് കണ്ടുപിടിച്ചിട്ട് അവിടെ ഈ നമ്മുടെ ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസസ്, ഗുഡ് ഹൈജീനിക് പ്രാക്ടീസസ്, അതുപോലെ ഈ ഇൻഡ് ഗ്യാപ്പ് സർട്ടിഫിക്കേഷൻ, സസ്റ്റൈനബിലിറ്റി സർട്ടിഫിക്കേഷൻസ് പോലെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്ങും നമ്മൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഏലകൃഷിയെ ബന്ധപ്പെട്ട് കേര പദ്ധതിയിൽ ഒരു കർഷകന് ധനസഹായം എത്രത്തോളം ലഭിക്കും? ഇപ്പോൾ സ്പൈസ് ബോർഡിൻ്റെ അതേ സ്കീമുകളാണ് നമ്മളെ കേര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൽ 2 ഗഡുക്കളായിട്ടാണ് കർഷകർക്ക് സബ്സിഡി കിട്ടുക. അപ്പം ഈ ട്രെയിനിങ് കഴിഞ്ഞ ആൾക്കാർ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ വർഷം ഒരു ഹെക്ടറിന് 50,000 രൂപ വെച്ച് കിട്ടും. അടുത്ത വർഷം അതേപോലെ 50,000 രൂപ വെച്ച് കൊടുക്കും. അതായത് ഒരു ഹെക്ടറിന് 1,00,000 രൂപ വരെ ഒരു കർഷകന് കിട്ടും. ഏതൊക്കെ ഇനങ്ങളാണ് ക്ലൈമറ്റ് റെസിലിയൻ്റ് എന്നുള്ള വെറൈറ്റിയിൽ പെടുത്തിയിരിക്കുന്നത്?
ക്ലൈമറ്റ് റെസിലിയൻറ്റ് വെറൈറ്റികൾ നമ്മളിപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ICRI 10, ICRI 5 എന്നിവ 2 വെറൈറ്റികൾ ആണ് ഇപ്പം കേര പദ്ധതിയിൽ സ്പൈസസ് ബോർഡ് മുൻതൂക്കം കൊടുക്കുന്ന വെറൈറ്റികൾ. കാരണം ഇത് നമ്മൾ ശാസ്ത്രീയമായിട്ട് ഉരുത്തിരിച്ച വെറൈറ്റികളാണ്. അപ്പോൾ അതിൽ സയൻറ്റിഫിക്കലി നമ്മൾ റിലീസ് ചെയ്ത ഒരു വെറൈറ്റി കൂടെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ വെറൈറ്റിയാണ് നമ്മൾ കേര പദ്ധതി ഉൾപ്പെടുത്തിയിട്ട് കർഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള. കാരണം ഒരു വെറൈറ്റി റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഒന്നാമത്തെ അതിൻ്റെ പ്ലാന്റിങ് മെറ്റീരിയലിന് അവൈലബിൾ ആവില്ല. അപ്പോൾ നമ്മൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അത് അങ്ങനെ അതിൻ്റെ നഴ്സറികൾ ഉണ്ടാക്കി അതിൻ്റെ തൈകൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു. ഇവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഈ ക്ലൈമറ്റ് റെസിലിയൻറ്റ് വെറൈറ്റികൾ എന്ന് പറയുന്ന? ക്ലൈമറ്റ് റെസിലിയൻറ്റ് വെറൈറ്റി എന്ന് പറയുമ്പം അത് അതിനൊരു ഡിസീസ് ടോളറൻസ് കൂടുതലുണ്ടാവും. പിന്നെ അതുപോലെ അതിന് നല്ല പ്രൊഡക്ഷൻ തരാൻ പറ്റും. ഈ കാലാവസ്ഥാ വ്യതിയാനത്തിലാണല്ലോ നമുക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ഒരു പരിധിവരെ ആ കാലാവസ്ഥാ വ്യതിയാനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന പ്രശ്നങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെറൈറ്റികളാണ്. അതിപ്പോൾ ഇത് മാത്രമെന്നല്ല, മറ്റ് വെറൈറ്റികളും കാണും. അപ്പോൾ നമ്മൾ ഒരു വേള ഒറ്റ വെറൈറ്റി മാത്രം നമ്മളെ തോട്ടത്തിൽ നിർത്താതെ പല വെറൈറ്റികളായിട്ട് നമ്മൾ തോട്ടങ്ങളിൽ അതിൻ്റെ ഒരു ഡൈവേഴ്സിറ്റി കൂട്ടണം എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. അപ്പം ഇപ്പോൾ കർഷകർ കൃഷി ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് അടുത്ത് കിട്ടുന്ന വെറൈറ്റി ആയിരിക്കും. അവർ ഞാനിപ്പം റീപ്ലാന്റ് ചെയ്യുന്ന ആളായിരിക്കും. അപ്പോൾ എനിക്ക് ഇന്ന് പണി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തോട്ടത്തിൽ പണിയെടുക്കാൻ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ മനസ്സ് കണ്ട വെറൈറ്റി എനിക്ക് കിട്ടിയില്ലെന്ന് വരും. അപ്പോൾ തൊഴിലാളികളെല്ലാം കൂടി എല്ലാവരും വന്നിട്ട് ഇല്ലെങ്കിൽ അപ്പോൾ എന്താ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടോ എപ്പോഴും. നമുക്ക് ഈ ഹൈ ഡി വെറൈറ്റീസ് നമുക്ക് ലഭ്യത കുറവാണ്. അപ്പം മിക്കവാറും അവരും മറ്റെന്തെങ്കിലും ചെടികളൊക്കെ വെച്ചിട്ട് അത് ഫില്ല് ചെയ്ത് പോകും. അപ്പം അതിൽ പ്രശ്നം വരുന്നത് വെച്ചാൽ നമ്മൾ ഈ പ്രൊഡക്ഷൻ ലെവലൊക്കെ കുറയാനൊക്കെ കാരണമാവും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അവരെ ബോധവൽക്കരിക്കുകയാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ പ്ലാന്റിങ് മെറ്റീരിയൽ നമ്മൾ ഉൽപ്പാദിപ്പിച്ച് തോട്ടങ്ങളിൽ അവൈലബിൾ ആക്കുക. പിന്നെ അത് ആൾക്കാരെ കൊണ്ട് റീപ്ലാന്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നമ്മളൊരു ഉത്തരവാദിത്വം. ഏലകൃഷിയിൽ കേര പദ്ധതി മുഖേന കൊടുക്കുന്ന ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസിനുള്ള സഹായമുണ്ട്. ആ സഹായത്തെ പറ്റി ഒന്ന് പറയാം. ഈ നമ്മുടെ ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് രണ്ടാമത്തെ വീടും കഴിഞ്ഞിട്ട് അവർക്കൊരു ട്രെയിനിങ് കൂടെ ഉണ്ട്. അതാണ് ഈ എക്സ്പോഷർ വിസിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ വില്ലേജിൽ തന്നെ അടുത്തൊരു മാതൃക കർഷകരുടെ തോട്ടത്തിൽ വെച്ചിട്ടായിരിക്കും പ്രോഗ്രാം നടക്കുക. അപ്പോൾ ആ ട്രെയിനിങ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവർക്ക് ഇൻഡിഗാപ്പ് സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിലിറ്റി സർട്ടിഫിക്കേഷൻ പോലത്തെ ഒരു സർട്ടിഫിക്കേഷനാണ്. അതിലേക്ക് അവർക്ക് ഇൻഡിഗാപ്പ് സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനു വേണ്ടി കൊടുക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ കവർ ചെയ്യുന്നതാണ് ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസസ്, ഗുഡ് ഹൈജീനിക് പ്രാക്ടീസസ് എല്ലാം. അപ്പോൾ ഈ ഓർഗാനിക് സർട്ടിഫിക്കേഷനും ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ രണ്ടും സസ്റ്റൈനബിലിറ്റി സർട്ടിഫിക്കേഷൻസ് എന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൽ ഇൻഡിഗാപ്പ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പെസ്റ്റിസൈഡ്സ് എല്ലാം ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അത് നമ്മൾ ഈ പറഞ്ഞ ആസ് പെർ പ്രിസ്ക്രൈബ്ഡ് ലെവലിൽ, അതായത് POPയിൽ പറയുന്ന അനുസരിച്ചിട്ടുള്ള കെമിക്കൽസ് നമുക്ക് അതാത് കീടങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ഏതൊക്കെയാണ് അത് മാത്രം ഉപയോഗിക്കാം. പിന്നെ ബയോളജിക്കൽ മെത്തേഡ്സ് ഉണ്ട്. അതിൽ നമ്മൾ ട്രൈക്കോഡർമ, സ്യൂഡോമോണാസ്, EPN പോലുള്ള സാധനങ്ങളെല്ലാം കാടമൊത്തം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഉപയോഗം ഈ പെസ്റ്റിസൈഡ് എല്ലാത്തിനും കെമിക്കൽ മാർഗ്ഗങ്ങളല്ലാതെ മറ്റു മാർഗ്ഗങ്ങളും കൂടെ ചേർത്ത് ചെയ്യുക. അതുപോലെ IPMലുള്ള കൺസെപ്റ്റ്, അതുപോലെ കീടങ്ങൾ വരുമ്പം തുടക്കത്തിൽ തന്നെ ആ സ്പോട്ടിൽ വെച്ച് കൺട്രോൾ ചെയ്യുക. അല്ലെങ്കിൽ അതിൻ്റെ എക്കണോമിക് ത്രെഷോൾഡ് ലെവൽ കഴിഞ്ഞു പോകുന്നതിന് മുമ്പേ നമ്മൾ അതിന് വേണ്ടിയുള്ള നിയന്ത്രണ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക. ട്രാപ്പ് ക്രോപ്സ് ഉപയോഗിക്കുക, അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ കൃഷി രീതിയിലേക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉള്ള ഒരു മാതൃകയാണ്. അപ്പോൾ അതിനുള്ള ട്രെയിനിങ് എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പെസ്റ്റിസൈഡ് അടിക്കുന്നതിന് മുമ്പ് നമ്മളെ ഹൈജീൻ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. കാരണം പെസ്റ്റിസൈഡ് നമ്മൾ അടിക്കുമ്പോൾ അത് അവിടെ തന്നെ നിൽക്കില്ല. കാരണം കാറ്റ് കൊണ്ട് അത് അടുത്ത തോട്ടങ്ങളിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും പോകും. പിന്നെ കൂടുതൽ എമൗണ്ടിൽ അടിച്ചു കഴിഞ്ഞാൽ അത് മണ്ണിൽ കിടന്ന് ഡീനേച്ചർ ആയി പോകുന്നതിന് മുമ്പേ തന്നെ മഴയൊക്കെ പെയ്ത് കഴിയുകയാണെങ്കിൽ അത് ഒഴിച്ച് തോട്ടം വഴി അത് സ്ട്രീമിലേക്കൊക്കെ എത്തും. പിന്നെ അത് കുളങ്ങളിലേക്ക് എത്തും. അപ്പോൾ അതിനെ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, വെള്ളം ഉപയോഗിക്കുന്ന പലർക്കും കാര്യങ്ങളൊക്കെ വരുമല്ലോ, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഹൈജീൻ പ്രാക്ടീസസ് നമ്മൾ ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് കൊടുക്കും. നമ്മുടെ സേഫ്റ്റി മെഷേഴ്സായ ഗ്ലൗസ്, അതുപോലെ മാസ്ക്,
പിന്നെ ഇപ്പോൾ ഉപയോഗം കഴിഞ്ഞ പെസ്റ്റിസൈഡിൻ്റെ ബോട്ടിൽസ് എങ്ങനെ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വിപുലമായിട്ട് അവർക്ക് ട്രെയിനിങ്, അതായത് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എക്സ്പീരിയൻസ് അവർ തന്നെ അത് കണ്ട് മനസ്സിലാക്കി അത് അവരെ മനസ്സിൽ പതിയുന്ന രീതിയിലുള്ള ട്രെയിനിങ്ങുകളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി കർഷകർക്ക് ഈ പദ്ധതികൾ അപേക്ഷിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? കർഷകർക്ക് പദ്ധതിയുടെ ഭാഗമാവണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലത്തെ ഈ ട്രെയിനിങ് പ്രോഗ്രാമുകൾ മസ്റ്റാണ്. അപ്പോൾ മാസ് സെൻസിറ്റൈസേഷൻ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഒരു വ്യക്തിക്ക് വെറൈറ്റ സെൻസിറ്റൈസേഷൻ പ്രോഗ്രാം ആണ് മാൻഡേറ്ററി ട്രെയിനിങ് ആയിട്ട് വരുന്നത്. ആ ട്രെയിനിങ് കഴിയുമ്പം തന്നെ അവിടുന്ന് ലോഗിൻ ഐ ഡി പാസ്വേഡ് കൊടുക്കും. എല്ലാം ഓൺലൈനായിട്ടാണ് അപേക്ഷ എല്ലാം മേടിക്കുന്നത്. അപ്പോൾ അവർക്ക് ലോഗിൻ ചെയ്ത് അവരുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം മേടിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കേര ഫീൽഡ് ഓഫീസേഴ്സ് എന്ന് പറയുന്ന ഓഫീസേഴ്സ് സ്പൈസസ് ബോർഡിൻ്റെ ഇടുക്കിയിലെ 11 ഓഫീസുകളിലും ഇപ്പം പ്രവർത്തിക്കുന്നുണ്ട്. അവർ ടേക്കപ്പ് ചെയ്ത് ഇൻസ്പെക്ഷൻ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അവർക്ക് ധനസഹായം ലഭ്യമാക്കും. അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊത്ത് സംസാരിച്ച കിഷൻ സാറിനെ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ അടുത്തൊരു വിഷയമായി ഇവിടെ വീണ്ടും കാണാം.